ഹായ്, ഇന്ന് നമുക്ക് 3 ടൈപ്പിലുള്ള സിക്സാക് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. നമ്മൾ ലോങ് സിക്സാക് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സിക്സാക് സ്റ്റിച്ചാണ്. ലോങ് സിക്സാക് സ്റ്റിച്ചിൻ്റെ ആവശ്യം നമുക്ക് കൂടുതൽ വരത്തില്ല, പക്ഷേ ഈ ഷോർട്ട് സിക്സാക് സ്റ്റിച്ചാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ആ ലൈന് ഫുള്ളും ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെ തന്നെ താഴെ സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് സിക്സാക് സ്റ്റിച്ച് നമ്മൾ ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇവിടെ ഷോർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ക്രോസ് ആയിട്ട് മുകളിലും താഴെയും മാറി മാറി സ്റ്റിച്ച് ചെയ്യും. അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് താഴോട്ട് എടുത്തിട്ട് വേണം മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ. മുകളിൽ നിന്ന് അതുപോലെ മുകളിലോട്ട് എടുത്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലേ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഇതാ കണ്ടോ, ഞാൻ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ താഴെ ഒന്ന് വലിച്ചിട്ട് മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിക്കും, എന്നിട്ടാണ് താഴോട്ട് വരുന്നത്. അല്ലാതെയും നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് പാച്ച് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ നെറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഈ സിക്സാക് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലും താഴേക്കും മാറി മാറിയാണ്. ഇതുപോലെ അങ്ങ് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ചാനലിൽ 1 by 1 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസെല്ലാം. നിങ്ങളതുപോലെ ഓരോന്നായിട്ട് ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് കണ്ട് നിങ്ങൾക്ക് അതുപോലെ പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലുമാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കി നിങ്ങളും ഹാൻഡ് എംബ്രോയ്ഡറി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതും നമുക്ക് ആദ്യം അതുപോലെ തന്നെ ആ ലൈൻ ഫുള്ളും ആദ്യം ഒന്ന് ചെയിൻ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ആ ലൈൻ ഫുള്ളും ഇതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് വീണ്ടും തിരികെ അങ്ങനെ അടുത്തൊരു ചെയിൻ സ്റ്റിച്ച് കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ് ഈ സിക്സാക് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ഐക്കോൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഡബിൾ ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ സിക്സാക് സ്റ്റിച്ച് ഷോർട്ട് സിക്സാക് സ്റ്റിച്ച് തന്നെ മാറി മാറി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡബിൾ ചെയിനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വണ്ണത്തിൽ തോന്നിക്കും. അത്രയാണ് ഇതിൻ്റെ ഡിഫറൻറ്റ്. കുറച്ചുകൂടി നമുക്ക് തിക്കായിട്ട് വേണം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് യൂസ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആരി വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ബ്രൂച്ച് വർക്ക് ക്ലാസ്സും ഞാൻ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ 125 സ്റ്റിച്ചസ് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഹൂപ്പ് ആർട്ട്, ലെറ്റർ എംബ്രോയ്ഡറി, ബോർഡർ വർക്ക്, ഡ്രസ് വർക്ക് എല്ലാം ചേർത്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആർക്കെങ്കിലും താല്പര്യമുള്ളെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് തേർഡ് സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതും നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും അതുപോലെ തന്നെയാണ് സിക്സാക് സ്റ്റിച്ച് മുകളിലും താഴെയും മാറി മാറിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചേർത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവിടെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇവിടെ നന്നായിട്ടൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് മാത്രം തന്നെയാണ് ഇതിലുള്ള ഡിഫറൻറ്റ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഡിസൈൻസ് ചെയ്യാം. ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിൾ, ഒരു സ്ക്വയർ, ഒരു കർവ് വരച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കും.